ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ കോളിഫ്ലവർ പക്കോടയാണ്. ചോറിന്റെ കൂടെ സൈഡായിട്ടായാലും അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ പക്കോട വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. കോളിഫ്ലവർ പക്കോട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്കിത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇലയൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം പൂവ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കണം. ശേഷം ഈ പൂവ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറുതാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു മീഡിയം വലുപ്പത്തിൽ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പൊ ഞാനിതിവിടെ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കോളിഫ്ലവർ ഈ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. അപ്പൊ ഇത് മുഴുവൻ നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ടുള്ള കൂട്ട് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 3/4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്റർ ആക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ബാറ്റർ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിന്റെ പാനാണ് എടുത്തിരിക്കുന്നത്. പാന് നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഓരോന്നായിട്ട് ഈ ഓയിലിലേക്ക് വെച്ചു കൊടുക്കാം.
ഈ സമയത്ത് 2 തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് വശവും ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഓയിലിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളത് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സമയം ഒരുപാടിട്ട് ഫ്രൈ ചെയ്യാൻ പാടില്ല കേട്ടോ, അപ്പോൾ ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 2-3 തവണയായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോളിഫ്ലവർ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് ടൈമിൽ സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.